This is from Alaigra Space and I welcome everyone to my YouTube channel. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ക്രിസ്മസ് ട്രീയും അതുപോലെ ക്രിസ്മസ് ക്രിബ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റി. ഈ കാണുന്നതാണ് എൻ്റെ ക്രിസ്മസ് ട്രീ. ഒറിജിനലാണ്, കണ്ടില്ലേ? കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രീ അല്ല ഇത്. എൻ്റെ വീട്ടിൽ തന്നെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഇറ്റാലിയൻ പൈൻ എന്ന പേരുള്ള ഒരു ചെടിയാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ക്രിസ്മസ് ക്രിബ്. ഈ ഒരു ക്രിബ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പഴയ ക്ലോത്ത് സ്റ്റാൻഡിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രിബിൻ്റെ റൂഫിംഗ് അത് കുറച്ചുകൂടി പച്ച ലോങ് ഗ്രാസ് ഉപയോഗിച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനോട് ആ ഒരു സ്റ്റാൻഡിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ മറ്റൊരു ടേബിൾ സെറ്റ് ചെയ്തു. അതിൽ ഇതുപോലെ തന്നെ തിന മുളപ്പിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇത് ചെറിയൊരു പോണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ആടിന് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി. ഓക്കെ, യെസ്. ഇത് ചെറിയൊരു സ്നോ ട്രീ ആണ്. ഇതിൽ കോട്ടൺ പീസസ് ആണ് സ്നോഫ്ലേക്ക് പോലെ വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു ചെറിയൊരു വഴിയാണ്. ഇതുവഴിയാണ് നമ്മുടെ 3 കിങ്സ്, ക്യാമൽ, ഷെപ്പേർഡ് ഇവരൊക്കെ ഉണ്ണിയേശുവിനെ കാണാൻ വേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഞാൻ പെബിൾസ് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറേ കൂടി നല്ല ഭംഗിയായി. പച്ചപ്പും അതിൻ്റെ കൂടെ ഈ വൈറ്റോട് വന്നപ്പോൾ നല്ല ഭംഗിയാണ് കാണുവാൻ. ഓക്കെ, സ്പോഞ്ചിൽ ഇതുപോലെ ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തു. അതിനകത്തും ഇതുപോലെ പെബിൾസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഒരു കുഞ്ഞാടിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനി ചെറിയൊരു ഹീൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടി കാണാം. ഓക്കെ, ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ചെറിയൊരു ഹിൽ. ഇത് പഴയൊരു ബ്ലാക്ക് കളറിലുള്ള കാർപ്പറ്റ്. അകത്ത് വെച്ചിരിക്കുന്നത് ഒരു ചകിരി തന്നെയാണ്. അപ്പോൾ അതിന് മീതെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഒരു സ്നോ ട്രീ കൂടി ഉണ്ട്, അപ്പോൾ അതുകൂടി കാണാം. ഓക്കെ, ഇതാണ് സ്നോ ട്രീ. നല്ല വിൻ്റർ ആണല്ലോ, അപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞു. അതിൽ ഇതുപോലെ സ്നോ ഫ്ലേക്സ്, കോട്ടൺ പഞ്ഞിയുടെ പീസസ്. ഇത് അഡീനിയമാണ്. അഡീനിയത്തിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് തന്നെ ഞാനൊരു സ്നോ ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രിബ് ഒന്ന് മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തിന മുളപ്പിച്ച് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു 4-5 ദിവസം കൊണ്ട് ഇത്രയും വലിപ്പത്തിൽ തിന ഇങ്ങനെ കിളിർത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഈ വൈറ്റ് കളറുള്ള പെബിൾസ്, വൈറ്റ് കളറും ഈ ഒരു പച്ചയും കൂടെ ആയപ്പോഴത്തേക്കും വളരെ അട്രാക്റ്റീവ് ആയിരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. So once again, I wish you a Merry Christmas to all, and thank you so much for watching my video.